ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. നിങ്ങൾ കഴിഞ്ഞ ദിവസം നടന്ന പി എസ് സി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയായിരുന്നു. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് ഇനി എക്സാം എഴുതുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ധാരണയിലെത്താൻ സാധിക്കും. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. 100% ഷുവർ. രൂപീകരണ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ പ്രധാനമായും 3ആയി തരംതിരിച്ചിരിക്കുന്നു. അത്തരം ശിലകളുടെ പേരും അവയ്ക്ക് ഉദാഹരണവും താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ആഗ്നേയശിലകൾ ബസാൾട്ട് ശരിയാണ്. കായാന്തര ശിലകൾ ചുണ്ണാമ്പുകല്ല്, അതെന്താണ്? തെറ്റാണ്. അവസാദ ശിലകൾ ഗ്രാനൈറ്റ്, അതും തെറ്റാണ്. കായാന്തരിത ശിലകൾ മാർബിൾ, അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്. ആഗ്നേയശിലകൾ ബസാൾട്ട്, കായാന്തരിത ശിലകൾ മാർബിൾ. ഇന്ത്യൻ ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിച്ച പ്രധാന സാഹിത്യകൃതികളും അവയുടെ എഴുത്തുകാരുടെ പേരുകളും ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഗോര രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഗോര രചിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഗോര രവീന്ദ്രനാഥ ടാഗോർ. പാഞ്ചാലി ശബദം സുബ്രഹ്മണ്യ ഭാരതി. പാഞ്ചാലി ശബദം സുബ്രഹ്മണ്യ ഭാരതി. ഗോദാൻ പ്രേംചന്ദ്. നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. അപ്പം നമുക്കൊന്നും കൂടി നോക്കാം. ഗോര രവീന്ദ്രനാഥ ടാഗോർ, പാഞ്ചാലി ശബദം സുബ്രഹ്മണ്യ ഭാരതി, ഗോദാൻ പ്രേംചന്ദ്, നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. ചുവടെ നൽകിയിരിക്കുന്നവർ ഓപ്പറേഷൻ സുതാര്യത എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇ-ഡിസ്ക് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ടവിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസറുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത. നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്തോളേ. കറണ്ട് അഫയേഴ്സിൻ്റെയൊക്കെ PDF ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി കറണ്ട് അഫയേഴ്സും ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ ഈ ഡിസ്ട്രിക്ട് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ടവിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയുടെ നവസാമ്പത്തിക പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആശയങ്ങൾ അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ബോട്ട്, അതായത് ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ, PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയ സംരംഭങ്ങൾ ശക്തിപ്പെട്ടു. അത് ശരിയാണ്. നിയന്ത്രിത സമ്പദ് വ്യവസ്ഥയിൽ നിന്നും സ്വതന്ത്രമായതും ഉദാരവൽക്കരിക്കപ്പെട്ടതുമായ സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറി. അതും ശരിയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോളവൽക്കരണത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പ്രധാന ലക്ഷ്യം. അതും ശരിയാണ്. അപ്പോൾ 1, 2, 3 ശരിയാണ്. എല്ലാം അനുയോജ്യമാണെന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. പുത്തൻ നവ സാമ്പത്തിക പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. 3ഉം ശരിയാണ്. കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണത്തിൽ പ്രധാനമായ കാർഷിക വിളയായ ഗോതമ്പ് ഉൾപ്പെടുന്നത് എവിടെയാണ്? റാബി വിളയിൽ. 18ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. തുടർന്ന് മെർക്കന്റിലിസം എന്ന വാണിജ്യ നയം കോളനികൾ നടപ്പിലാക്കി. താഴെ തന്നിരിക്കുന്ന നിയമങ്ങളിൽ മെർക്കന്റിലിസ്റ്റ് നിയമങ്ങളിൽ ഉൾപ്പെടാത്തവ തിരിച്ചറിയുക. മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. അത് മെർക്കന്റിലിസ്റ്റ് നിയമമാണ്. കോളനികളിലെ ബ്രിട്ടീഷ് സൈന്യത്തിനുള്ള അത്യാവശ്യ സൗകര്യങ്ങൾ ഇംഗ്ലണ്ട് നൽകുമോ? ഇല്ല, അത് തെറ്റാണ്.
അപ്പോൾ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി 2 തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. 2. ഇനി അടുത്ത് നോക്കാം നമുക്ക്. പഞ്ചസാര, കമ്പിളി, പരുത്തി എന്നിവ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള അനുമതികൾ കോളനിക്ക് നൽകിയോ? കോളനിക്ക് നൽകിയില്ല. അത് അവർ തന്നെയായിരുന്നു. ഇംഗ്ലണ്ടിന് തന്നെ വേണം എന്ന് വാശി പിടിച്ചത് അവരുടെ പേരിലാക്കി വെച്ചിരിക്കുകയായിരുന്നു ചെയ്തത്. കോളനിക്ക് നൽകി എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ 2ഉം 3ഉം തെറ്റാണെന്നുള്ളതാണ് ഉത്തരം വരുന്നത്. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങളിൽ ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം. അത് ശരിയാണ്. താഴെ തന്നിരിക്കുന്ന സിനിമകളും അവയുടെ സംവിധായകരും തിരിച്ചറിഞ്ഞ് ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ടി.കെ. സുബ്രഹ്മണ്യം, ശ്രദ്ധിച്ചോളൂ. ടി.കെ. സുബ്രഹ്മണ്യം ഏതാണ് വരുന്നത്? കണ്ടം വെച്ച ടി.കെ. സുബ്രഹ്മണ്യം. ഓപ്ഷൻ കെ. സുബ്രഹ്മണ്യം ഏതാണ് വരുന്നത്? പ്രഹ്ലാദ. കെ. സുബ്രഹ്മണ്യം പ്രഹ്ലാദ. കെ. സുബ്രഹ്മണ്യം പ്രഹ്ലാദ. ടി.ആർ. സുന്ദരം കണ്ടം വെച്ച കോട്ട്. എം.ടി. വാസുദേവൻ നായർ, അതെല്ലാവർക്കും അറിയാമല്ലോ, നിർമാല്യം. അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ആൻസറിലേക്ക് എത്താം. എം.ടി. വാസുദേവൻ നായർ, നിർമാല്യം എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നും നോക്കാതെ തന്നെ നമുക്ക് ഈ ആൻസറിലേക്ക്. രാമു കാര്യാട്ട് ചെമ്മീനാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ രാമു കാര്യാട്ടിന് 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. എം.ടി. വാസുദേവൻ നായറിന് ഒറ്റ ഓപ്ഷനേ വന്നിട്ടുള്ളൂ, നിർമാല്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നത് മാത്രം നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. എം.ടി. വാസുദേവൻ നായർ, നിർമാല്യം, രാമു കാര്യാട്ട് ചെമ്മീൻ. അത് മാത്രം വെച്ചിട്ട് തന്നെ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. കാൽബൈശാഖിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസത്തിന് കാരണമാകുന്ന ന്യൂനമർദ്ദമാണ്. ആണോ? അല്ല. അപ്പം അത് തെറ്റാണ്. രാജസ്ഥാൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വീശുന്ന ശക്തമായ പ്രാദേശികവാതകമാണ്. അതും തെറ്റാണ്. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയാണിത്. ആലിപ്പഴ വീഴ്ചയും കാറ്റും പ്രധാന സവിശേഷതകളാണ്. കാൽബൈശാഖിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആലിപ്പഴ വീഴ്ചയും കാറ്റും പ്രധാന സവിശേഷതകളാണ്. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ്. താഴെ നൽകിയിരിക്കുന്നതിന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഹൈക്കോടതികൾക്ക് എല്ലാ കോടതിയുടെ മേൽനോട്ടം അധികാരം ഉണ്ടായിരിക്കുന്നത് അനുച്ഛേദം 227 പ്രസ്താവിക്കുന്നു. ശരിയാണ്. ഹൈക്കോടതികളുടെ അധികാരിത യൂണിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്. ഈ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം പഠിച്ചു വെച്ചോ. നമുക്കിനി വരുന്ന എക്സാമിന് ഈ സ്റ്റേറ്റ്മെൻറ്റ് വേറെ രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 1991 69 ഭേദഗതിക്ക് ശേഷം ഡൽഹി ദേശീയ തലസ്ഥാന പ്രദേശമായി അറിയപ്പെടുന്നു. ദേശീയ പട്ടിക ഗോത്രവർഗ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് 3 അംഗങ്ങളും ഉണ്ടായിരിക്കും. എല്ലാം ശരിയെന്നുള്ള ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ളത്. പണബില്ലുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? പണബില്ലുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് അനുച്ഛേദം 111 പ്രകാരം പണബില്ല് രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കേണ്ടതാണ്. അത് ശരിയാണ്. ഒരു ബില്ല് പണബില്ലെന്ന് തീരുമാനിക്കുന്ന ലോക്സഭാ സ്പീക്കറാണ്. ഭാരതത്തിൻ്റെ സഞ്ചിത നിധിയിൽ നിന്നുള്ള പണത്തിൻ്റെ വിനിയോഗം പണബില്ലുകളിലെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. BCD ശരി എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒരു ചെയർപേഴ്സണും 6 കൂടുതലല്ലാത്ത 8 അംഗങ്ങളുമുണ്ട്. അത് ശരിയാണ്. തെറ്റായിട്ടുള്ളതാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. കമ്മീഷനിൽ 2 പേർ പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ പെടുന്ന വനിതയായിരിക്കണം. അങ്ങനെ ഉണ്ടോ? ഇല്ല. അതാണ് തെറ്റായിട്ടുള്ളത്. ഓരോ അംഗവും 5 വർഷത്തേക്ക് ഉദ്യോഗം വഹിക്കുന്നു. കമ്മീഷൻ്റെ ഒരു യോഗത്തിൻ്റെ കവറം 4 ആയിരിക്കേണ്ടതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. കേരളത്തിലെ നിലവിലെ വ്യാവസായിക വകുപ്പ് മന്ത്രി പി രാജീവ്. കേരളത്തിലെ നിലവിലെ വ്യാവസായിക വകുപ്പ് മന്ത്രി ആരാണ്? പി രാജീവ്. മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേത്? മനുഷ്യന് മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലപാളികയാണ് മെനിഞ്ചസ്. അത് ശരിയാണ്. സുഷുമ്ന പാടിയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലപാളികളാണ് മെനിഞ്ചസ്. അതും ശരിയാണ്. മസ്തിഷ്കത്തിലും സുഷുമ്ന നാഡിയിലും CSF എന്ന ദ്രാവകം കാണപ്പെടുന്നതും ശരിയാണ്. എല്ലാം ശരി എന്നുള്ള ഓപ്ഷൻ ഡി 1, 2, 3 ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ജീവകങ്ങളുടെയോ ധാതുക്കളുടെയോ അപര്യാപ്തതയിലൂടെ ഉണ്ടാകുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. ജീവകങ്ങളുടെയോ ധാതുക്കളുടെയോ അപര്യാപ്തതയിലൂടെ അല്ലാതെ ഉണ്ടാകുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. ജീവകങ്ങളുടെയോ ധാതുക്കളുടെയോ അപര്യാപ്തതയിലൂടെ അല്ലാതെ ഉണ്ടാകുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. നിശബ്ദത വൈറ്റമിൻ എ ആണ്. ഗോയിറ്ററും സിറോഫ്താൽമിയയും എല്ലാം വൈറ്റമിൻ്റെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അയഡിൻ്റെ കുറവുണ്ടാകുന്നതാണ് ഗോയിറ്റർ. സിറോഫ്താൽമിയയും വൈറ്റമിൻ എ തന്നെയാണ് വരുന്നത്. ഭൂമിയുടെ 4/1 ആരമുള്ളൊരു ഗ്രഹത്തിൻ്റെ മാസ് ഭൂമിയുടെ മാസിൻ്റെ പകുതിയാണെങ്കിൽ അതിൻ്റെ ഗുരുത്വാകർഷണ ത്വരണം ഭൂമിയുടെ എത്ര മടങ്ങായിരിക്കും? 8 മടങ്ങായിരിക്കും.
ഓപ്ഷൻ സി. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വക്രത ആരം എത്രയായിരിക്കും? ഓപ്ഷൻ സി ആണ് വരുന്നത്, 20 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ്റെയൊക്കെ PDF വേണമെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. ടെലഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാ പ്രൊവിഷണൽ ആൻസർ കീയും നമ്മൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്രദമാകും, ഞാൻ ഗ്യാരണ്ടി പറയുന്നു. ഒരിക്കലും ഇതൊരു നഷ്ടമാവുകയില്ല. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നു. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചതാര്? റൂദർഫോർഡ്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചതാര്? റൂദർഫോർഡ്. ഹാലജൻ കുടുംബം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പ് മൂലകങ്ങളാണ്? 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലജൻ കുടുംബം. 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലജൻ കുടുംബം. താഴെ തന്നിരിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏത്? ജിംബ്. വിൻഡോസ്, യൂണിക്സ്, ഉബുണ്ടു, ലിനക്സ് അതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഫിഷിംഗ് എന്നാൽ എന്താണ്? വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കാൻ ആക്രമണകാരികൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഫിഷിംഗ് ഇതൊരു ബൈൻഡർ ഗ്രേഡ് 2 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ 20 ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും പറ്റുന്ന കണക്കത്തുള്ള 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്തായാലും ഇനിയുള്ള എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുക്കുന്നതാണ്. Okay, thank you for watching.